കണ്ണുനീർ തുടച്ചു നീക്കിടും, ആശ്രിതർ കലമ്പമേകിടും. കണ്ണുനീർ തുടച്ചു നീക്കിടും, ആശ്രിതർ കലമ്പമേകിടും. ജീവനെ വെടിഞ്ഞു ലോക ഇമ്പം വെറുത്തു, ക്രിസ്തുവിനായി പോർ ചെയ്തിടുക. ജീവനെ വെടിഞ്ഞു ലോക ഇമ്പം വെറുത്തു, ക്രിസ്തുവിനായി പോർ ചെയ്തിടുക. പോകലാം പോകലാം ക്രിസ്തുവിന്റെ പിൻപെ പോകലാം. പോകലാം പോകലാം ക്രിസ്തുവിന്റെ പിൻപെ പോകലാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 48 സങ്കീർത്തനം 4 വാക്യം. ഇതാ രാജാക്കന്മാർ കൂട്ടം കൂടി, അവർ ഒന്നിച്ച് കടന്നുപോയി. ഇത് ഒരു സാധാരണ സംഗമമല്ല. ദൈവത്തിൻ്റെ ജനത്തെയും ദൈവത്തിൻ്റെ നഗരത്തെയും ആക്രമിക്കുവാൻ അവർ ഒന്നിച്ച് കൂടുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പല പ്രശ്നങ്ങൾ ഒരുമിച്ച് കടന്നു വരാം. രോഗം, സാമ്പത്തിക ബുദ്ധിമുട്ട്, കുടുംബ പ്രശ്നങ്ങൾ, ആത്മീയ പോരാട്ടങ്ങൾ, ഇവയെല്ലാം ഒരുമിച്ച് വരുമ്പോൾ നമ്മിൽ ഭയമുണ്ടാകാം. എന്നാൽ ദൈവം നമ്മോട് പറയുന്നത്, ശത്രുക്കൾ എത്ര ശക്തരായാലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അവർ ജയിക്കുകയില്ല. ഈ സങ്കീർത്തനത്തിൽ സിയോൻ എന്ന ദൈവത്തിൻ്റെ നഗരത്തെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്നു. ദൈവം അവിടെ വസിക്കുന്നതിനാൽ ആ നഗരം സുരക്ഷിതമാണ്. ദൈവം നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ശത്രുക്കളുടെ പദ്ധതികൾ തകർന്നു പോകും. തുടർന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അവർ നഗരം കണ്ടപ്പോൾ വിസ്മയിച്ചു, ഭയപ്പെട്ട് ഓടിപ്പോയി. കാരണം ദൈവമഹത്വം അവരെ ഭയപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിലും ദൈവം ഇടപെടുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, ശത്രുവിൻ്റെ പദ്ധതികൾ തകരും, ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകും. പ്രിയരെ, ശത്രുക്കൾ ഒന്നിച്ചാലും പ്രശ്നങ്ങൾ കൂട്ടമായി കടന്നു വന്നാലും ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ സുരക്ഷ മനുഷ്യനിലല്ല, ദൈവത്തിലാണ്. ദൈവം നമ്മുടെ നഗരവും നമ്മുടെ അഭയവുമാകുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, ശത്രുക്കളുടെ മധ്യത്തിൽ അഭയമായി നിന്നിൽ ശരണം കണ്ടെത്തി ജീവിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.